ഹായ് ഓൾ. ഇപ്പൊ നമ്മൾ ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയിലെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ബിഫോർ ദാറ്റ്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ബയോടെക്നോളജി? എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാല്? Biotechnology എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് derived ഫ്രം ടു ബ്രാഞ്ചസ്, ദാറ്റ് ഇസ് ദ ബയോളജി ആൻഡ് ടെക്നോളജി. എന്താണ് ബയോളജി? നമ്മൾ ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ദി ലൈഫ്, ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫീൽഡാണ്. സോ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽഡാണ് എന്ത്? ബയോടെക്നോളജി. സോ ബയോടെക്നോളജി സിമ്പിൾ വേർഡ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലിവിങ് ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഏതെങ്കിലും കമ്പോണൻസിനെയോ ലൈക്ക് എൻസൈംസോ ദ ന്യൂക്ലിക് ആസിഡ്സ്, അപ്പോൾ അങ്ങനെയുള്ള കമ്പോണൻസിനെയോ അല്ലെങ്കിൽ ലിവിങ് സെൽസിനെയോ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള യൂസ്ഫുൾ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബയോടെക്നോളജി എന്ന് പറയുക. So biotechnology in simple words can be defined as the use of living organisms, cells or their components like enzymes or DNA to make useful products or solve problems. പിന്നെ പറയണത് നമ്മൾ കുറച്ചും കൂടി നല്ലൊരു സയന്റിഫിക് ഉള്ള ഡെഫിനിഷൻ പറയണമെങ്കിൽ it is the branch of biology involving the use of living organisms and bioprocesses in engineering, technology, medicine and other field using bioproducts. ബയോപ്രോസസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്. അതിനകത്ത് നമ്മൾ ഈ ലിവിങ് സെൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന കമ്പോണൻസ് യൂസ് ചെയ്തിട്ടോ നമ്മൾ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് ബയോ പ്രോസസ് എന്ന് പറയുന്നത്. സോ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബയോളജിയുടെ ബ്രാഞ്ച് ആണ് ഏത്? ബയോടെക്നോളജി. So it indicates the use of living organisms or their products for modifying the human health and environment. It is a collection of biological, chemical and engineering disciplines with various uses in agricultural, medical, industrial and environmental situations. Next one, moving on to the historical background. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം ഒന്നും പഠിക്കേണ്ട, അങ്ങനെ ഹിസ്റ്ററി ജസ്റ്റ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടില്ല. എന്നാലും നമുക്ക് ഇൻ കേസ് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ഇയറും അതുപോലെ ഡിസ്കവറിയും ഓർത്തിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ 1665 ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന പേര് ഓർക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, റോബർട്ട് ഹുക്ക് കോയിൻഡ് ദ ടേം സെൽ. സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് ആര്? റോബർട്ട് ഹുക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ എന്ന് പറഞ്ഞാൽ 1830 ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബ്രൗൺ ആൻഡ് ഹി വാസ് എ സ്കോട്ടിഷ് ഫിസിഷ്യൻ. ആരാണ്? റോബർട്ട് ബ്രൗൺ. ദെൻ അതിനുശേഷം പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു പേജിൽ പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഇനി അടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ട് 1909 വിൽഹെം ലുഡ്വിഗ് ജോഹാൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം കോയിൻ ചെയ്തത്. സോ വിൽഹെം ലുഡ്വിഗ് ജോഹാൻസൺ കോയിൻ ദ ടേം ജീൻസ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് in 1953 James Watson and Francis Crick proposed a structure of DNA based on റോസലിൻ ഫ്രാങ്ക്ലിൻസ് മോഡൽ. അതായത് റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഓൾറെഡി എന്ത് ചെയ്തു? DNA ഒരു മോഡൽ ഉണ്ടാക്കി. സോ അതിന്റെ ബേസിസിൽ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആര് കണ്ടുപിടിച്ചു? അല്ലെങ്കിൽ അത് ആര് കൊണ്ടുവന്നു? ജെയിംസ് വാറ്റ്സണും ഫ്രാൻസിസ് ക്രിക്കും. അതുകൊണ്ട് നമ്മൾ ആ സ്ട്രക്ചറിനെ വാറ്റ്സൺ ആൻഡ് ക്രിക്സ് മോഡൽ എന്നാണ് അറിയപ്പെടുക. പിന്നെ 1961 ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്സ് മോണോഡ്, they were French molecular biologists, suggested that differential gene expression cause difference in the structure and function of cell. Gene expression മാറുന്നതനുസരിച്ചിട്ട് സെല്ലിന്റെ സ്ട്രക്ചറലും ഫംഗ്ഷനിലും ഡിഫറൻസ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച ആരാണ്? ജേക്കബ് ആൻഡ് മോണോഡ്. ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്സ് മോണോഡ്. ഓക്കെ, പിന്നെ ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചത് മാർഷൽ നീരൻബർഗ്സ് കോഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. സോ ഇത്രയാണ്. പിന്നെ നമുക്ക് ഒരു സ്ലൈഡും കൂടി പഠിക്കാനുണ്ട്, അതായത് ഇത് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എന്താണ് നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തേക്ക്
മെയിൻ ആയിട്ട് ജനറ്റിക്സിലേക്ക് ഇറങ്ങിത്തിരിക്കണം അല്ലെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇട്ട സയന്റിസ്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. സോ നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഓരോരോ ഫീൽഡിൽ എങ്ങനെ ബയോടെക്നോളജി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 5 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം എന്താണ് മെഡിക്കൽ ഫീൽഡിൽ എങ്ങനെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഡ്രഗ് പ്രൊഡക്ഷൻ. ട്രഡീഷണൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ആർ ദ കെമിക്കലി സിന്തസൈസ്ഡ് ഡ്രഗ്സ്. അതായത് നമ്മൾ കെമിക്കലി സിന്തസൈസ് ചെയ്തെടുക്കുന്ന ചെറിയ മോളിക്യൂൾസിനെയാണ് നമ്മൾ ട്രഡീഷണൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് കാലത്ത് ഈ സയന്റിസ്റ്റ് എന്താ ചെയ്തത്? ധാരാളം ഇങ്ങനെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ കണ്ടുപിടിച്ചിട്ട് എല്ലാം എന്ത് ചെയ്യും? ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി നമ്മളിങ്ങനെ നോക്കും, ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പോസിറ്റീവ് എഫക്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ അത് ഇന്ന കാര്യത്തിന് യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചു. സോ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി കുറെ ട്രഡീഷണൽ ഡ്രഗ്സ് ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? കുറെ ലാർജർ ഡ്രഗ്സ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തു. ഏതൊക്കെ രീതിയിൽ? ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഹ്യൂമൻ സെൽസ്, ബാക്ടീരിയൽ സെൽസ്, ഈസ്റ്റ് സെൽസ്, ആനിമൽ ഓർ പ്ലാന്റ് സെൽസ്. ഇങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോരോ കമ്പോണൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ അതിൽ നിന്ന് വേറെ മോളിക്യൂൾസ് ഉണ്ടാക്കി. സോ അതും എന്താണ്? ഈ ബയോടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടിയാണ്. അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ, ആന്റിബയോട്ടിക്സ്. അതായത് നമ്മൾ അതിന്റെ ജനറ്റിക് കോമ്പോസിഷനിൽ ഒരു ചേഞ്ച് വരുത്തി. ആ ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെയുള്ള ഓർഗാനിസത്തിൽ നിന്ന് ഇൻസുലിനും ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചു. സോ മെഡിക്കൽ ഫീൽഡിൽ ഡ്രഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. സോ ഇങ്ങനെയുള്ള ഡ്രഗ്സ് മാത്രമല്ല, പ്ലാന്റ് മെയ്ഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആർ ഓൾസോ ഡെവലപ്ഡ്. അതായത് പ്ലാന്റ്സിൽ നിന്നും ഇതുപോലെയുള്ള കുറെ ഡ്രഗ്സിനെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തെടുത്തു ബയോടെക്നോളജിയുടെ യൂസോടുകൂടി, അതായത് ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ഡിവൈസസ്. അതായത് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ഡിവൈസസ്, അതിലും എന്ത് ചെയ്തു? ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് വൺ ഇസ് ദ ഫാർമക്കോജീനോമിക്സ്. എന്താണ് ഫാർമക്കോജീനോമിക്സ്? അതായത് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഹൗ എ പേഴ്സൺസ് ജീൻസ് അഫക്ട് ദ റെസ്പോൺസ് ടു ഡ്രഗ്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇപ്പൊ എന്റെ പോലത്തെ ഒരു ജനറ്റിക് മേക്കപ്പ് ആവത്തില്ല വേറെ ബി എന്ന് പറഞ്ഞൊരു പേഴ്സൺ. സോ ജനറ്റിക് മേക്കപ്പ് ഡിഫേഴ്സ്. ഒരാളുടെ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അടുത്ത ആളുടെ ജനറ്റിക് മേക്കപ്പ്. സോ ഓരോരുത്തരും ഒരു ഡ്രഗിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ത്? ഫാർമക്കോജീനോമിക്സ്. സോ ഇറ്റ് ഇസ് സ്റ്റഡി ഓഫ് ഹൗ എ പേഴ്സൺസ് ജീൻസ് അഫക്ട് ദിയർ റെസ്പോൺസ് ടു ഡ്രഗ്സ്. സോ ബയോടെക്നോളജി ഈ ഫാർമക്കോജീനോമിക്സിലും വളരെ എന്താണ്? യൂസ്ഫുൾ ആണ്. ഇറ്റ് ആക്ച്വലി കമ്പൈൻസ് എ ഫാർമക്കോളജി വിത്ത് ദ ജീനോമിക്സ്. സോ ബയോടെക്നോളജി വഴി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫാർമക്കോജീനോമിക്സിന്റെയും കൂടി ഹെൽപ്പോടുകൂടി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെവലപ്പ് പേഴ്സണലൈസ്ഡ് ഡ്രഗ്സ് ഫോർ ഇൻഡിവിജ്വൽസ്. ഓരോ ആൾക്കാരുടെയും ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാം? പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് യൂസ്ഫുൾ, അവരുടേതായ രീതിയിൽ അവരുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡ്രഗ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. തേർഡ് വൺ എന്താണ്? മെഡിക്കൽ ഫീൽഡ് ജീൻ തെറാപ്പി. അതായത് നമ്മുടെ ബോഡിയിൽ ചില ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അക്വയർഡ് ഡിസീസസ് ഉണ്ടാവും. ലൈക്ക് ജീനിന്റെ അകത്തുള്ള ആ ജനറ്റിക് മേക്കപ്പിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് വഴി ഉണ്ടാവുന്ന കുറെ ഡിസീസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഡിഫക്റ്റീവ് ജീൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഡിഫക്റ്റീവ് ജീന് പകരമായിട്ട് ഒരു കറക്റ്റീവ് ജീൻസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ജീൻ തെറാപ്പി യൂസ് ചെയ്തിട്ട് കുറെ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാം. സോ ഇതൊക്കെ എന്തിനടി വരുന്നതാണ്? മെഡിക്കൽ ഫീൽഡിനകത്ത് വരുന്നതാണ്. സോ രണ്ട് രീതിയിലുള്ള ജീൻ തെറാപ്പീസ് ഉണ്ട്. സൊമാറ്റിക് ജീൻ തെറാപ്പി ആൻഡ് ജേം ലൈൻ ജീൻ തെറാപ്പി. സൊമാറ്റിക് ജീൻ തെറാപ്പി മീൻ ഇറ്റ് അഫക്ട്സ് ദ ബോഡി സെൽസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് പാസ്ഡ് ടു ദ ഓഫ് സ്പ്രിങ്. സൊമാറ്റിക് എന്ന് പറഞ്ഞ ടേം തന്നെ എന്താണ്? ബോഡി സെൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇറ്റ് അഫക്ട്സ് ദ ബോഡി സെൽസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് പാസ്ഡ് ടു ദി ഓഫ് സ്പ്രിങ്. ജേം ലൈൻ ജീൻ തെറാപ്പി എന്താണ്? മെയിൻ ആയിട്ടും ജേം സെൽസ്, അതായത് നമ്മുടെ എഗ് അല്ലെങ്കിൽ സ്പേമിനെ അഫക്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ germ line gene therapy can be used there. So രണ്ട് രീതിയിലുള്ള ജീൻ തെറാപ്പീസ് ഉണ്ട്. സൊമാറ്റിക് ജീൻ തെറാപ്പി ആൻഡ് germ line ജീൻ തെറാപ്പി. അടുത്തതാണ് ജനറ്റിക് ടെസ്റ്റിംഗ്. ഏതൊക്കെ രീതി എന്തിനു വേണ്ടിയിട്ടാണ് ജനറ്റിക് ടെസ്റ്റിംഗ്? എവിടേക്ക്? കരിയർ സ്ക്രീനിങ്, ഡയഗ്നോസിസ് കൺഫർമേഷൻ, ഏതെങ്കിലും ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാൻ, ഡിറ്റർമൈനിങ് ദ സെക്സ്, forensic or identity testing, newborn screening, prenatal diagnostic testing. So genetic testing ൽ ബയോടെക്നോളജി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. എവിടേക്കാണ്? കാരിയർ സ്ക്രീനിങ്, ഡയഗ്നോസിസ് കൺഫർമേഷൻ, സെക്സ് ഡിറ്റർമിനേഷൻ, ഫോറൻസിക് ഓർ ഐഡന്റിറ്റി ടെസ്റ്റിംഗ്, ന്യൂബോൺ സ്ക്രീനിങ് ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്. അടുത്ത സെക്കൻഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് ക്ലോണിങ്. നമുക്കറിയാം ഐഡന്റിക്കൽ കോപ്പീസ് ഉണ്ടാക്കുന്നതിനാണ് ക്ലോൺസ് എന്ന് പറയാം അല്ലെ. സോ രണ്ട് രീതിയിലുള്ള ക്ലോണിങ്സ് ഇവിടെ പറയുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് ആൻഡ് തെറാപ്യൂട്ടിക് ക്ലോണിങ്. ഓക്കെ,
So, reproductive cloning എന്ന് പറഞ്ഞാല് it is a technique which is used to create a new organism that is genetically identical to another. അതായത് reproduction എന്ന് പറഞ്ഞാൽ എന്താ? പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്ന പ്രോസസ് ആണ് റീപ്രൊഡക്ഷൻ. അതായത് റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ് എന്ന് പറയാം ഒരേപോലെ ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്നിക്കാണ് റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോണർ സെൽ, അതായത് ഒരു ഡോണർ ആൾ ഉണ്ടാവുമല്ലോ, ഇത് ഡൊണേറ്റ് ചെയ്യുന്ന ആളെയാണ് ഡോണർ സെൽ എന്ന് പറയുന്നത്. സോ ഡോണർ സെല്ലിന്റെ ന്യൂക്ലിയസ് നമ്മളൊരു എനൂക്ലിയേറ്റഡ് എഗ്ഗിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എനൂക്ലിയേറ്റഡ് എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസ് റിമൂവ് ചെയ്തിട്ടുള്ള എഗ്ഗിനെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു എഗ്ഗിനെയാണ് നമ്മൾ എനൂക്ലിയേറ്റഡ് എഗ് എന്ന് പറയാം. സോ അങ്ങനെ ഒരു എനൂക്ലിയേറ്റഡ് എഗ്ഗിനകത്തേക്ക് നമ്മൾ ഈ ഡോണർ സെല്ലിന്റെ ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പൊ നമുക്കറിയാം ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ അതിനുശേഷം ദാറ്റ് എഗ് ഈസ്, അപ്പൊ ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഇതിനകത്തുള്ള ഈ എഗ്ഗിന്, അതായത് ഈ ന്യൂക്ലിയസ് നമ്മൾ ഈ എഗ്ഗിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇൻസേർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബിക്കോസ് ഓഫ് സം കൈൻഡ് ഓഫ് സ്റ്റിമുലേഷൻ, അത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടോ ഈ എഗ്ഗിന് സ്റ്റിമുലേഷൻ നമ്മൾ കൊടുക്കുകയാണ്. സ്റ്റിമുലേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആക്ച്വലി നമ്മുടെ ഒരു എംബ്രിയോ ഉണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂട്രസിനകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ച് ഇത് എന്ത് ചെയ്യും? ഈ ഓർഗാനിസം ഗ്രോ ചെയ്യാൻ തുടങ്ങും. പ്രൊഡ്യൂസ് ആൻ ഓർഗാനിസം ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ ഡോണർ. അപ്പൊ ഡോണറിന്റെ പോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതാണ് റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്. തെറാപ്യൂട്ടിക് ക്ലോണിംഗ് എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെയല്ല. ഇറ്റ് ഒക്കേഴ്സ് അണ്ടർ ദി ലബോറട്ടറി കണ്ടീഷൻ. ഒരു പെട്രി ഡിഷിലാണ് എഗ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അങ്ങനെ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഉണ്ടാവും. എംബ്രിയോണിക് സ്റ്റെം സെൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ധാരാളം ഡിസീസുകളെ ട്രീറ്റ് ചെയ്യാം. സോ ഇതാണ് തെറാപ്യൂട്ടിക് ക്ലോണിംഗ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്ലോണിംഗ്. അടുത്തത് അഗ്രികൾച്ചർ. നമുക്കറിയാം ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നത് ശരിക്കും അഗ്രികൾച്ചറിലാണ്. അതായത് ഏതൊക്കെ രീതിയിൽ? ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ്മെന്റ്, സ്ട്രെസ് റെസിസ്റ്റൻസ്, എൻഹാൻസ്ഡ് ന്യൂട്രീഷൻ. ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പം നല്ല ഈൽഡ് തരുന്ന ലൈക്ക് നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ക്രോപ്പിൽ നിന്ന് അതിന്റെ ജീനെ നമ്മൾ അത്ര നല്ല രീതിയിലല്ല, മീൻസ് അത്ര കുറവ് ഈൽഡ് കിട്ടുന്ന ഒരു ക്രോപ്പിനകത്തേക്ക് നമ്മൾ ആ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാവുന്നതിനകത്ത് എന്താണ്? പുതിയതായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ക്രോപ്പ് ആക്ച്വലി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ക്രോപ്പിൽ നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടും. സോ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ്മെന്റ്സിൽ 1 or 2 genes are transferred into crops for new traits like enhanced growth controlled by multiple genes. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ക്രോപ്പിന് അത്ര നല്ല രീതിയിൽ ഈൽഡ് കിട്ടുന്നില്ല, ലോ ഈൽഡ് ആണ്, ലോ ഈൽഡ് ആണ് കിട്ടുക. അതേസമയം ബി എന്ന് പറയുന്ന ഒരു ക്രോപ്പിന് നല്ല ഈൽഡ് ഉണ്ട്. അപ്പം ബിയുടെ ആ ഒരു പെർട്ടിക്കുലർ ജീൻ എടുത്ത് നമ്മൾ എയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എയിൽ നിന്ന് കിട്ടുന്ന ഈൽഡും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ ക്രോപ്പ് ഈൽഡ് ഇംപ്രൂവ്മെന്റ്. സെക്കൻഡ് വൺ ഇസ് എ സ്ട്രെസ് റെസിസ്റ്റന്റ്. ക്രോപ്സ് മെയ്ഡ് റെസിസ്റ്റന്റ് ടു ബയോട്ടിക് സ്ട്രെസ് ആൻഡ് അബയോട്ടിക് സ്ട്രെസ്. ബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട്. ബയോട്ടിക് സ്ട്രെസ് എന്താണ്? അതായത് നമ്മുടെ ഈ ലിവിങ് ഓർഗാനിസംസ് വഴി എന്തെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് പ്ലാന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പ്ലാന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയാം. അത് ഇൻസെക്ട് വഴിയോ ഫംഗൈ വഴിയോ അങ്ങനെ ഏത് ലിവിങ് ആയിട്ടുള്ള എന്ത് സാധനം വഴിയും ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ്, ഈ നെഗറ്റീവ് ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയാം. എബയോട്ടിക് സ്ട്രെസ് എന്താണ്? എബയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റൽ കണ്ടീഷൻസോ അങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ ഈ പ്ലാന്റിന്റെ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഡെവലപ്മെന്റിനെയോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റിനെയോ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബയോട്ടിക് സ്ട്രെസ്. ഓക്കെ, so that is the stress resistance. Next one is the enhanced nutrition. അതായത് നമുക്ക് ന്യൂട്രീഷണൽ കണ്ടന്റ് കൂട്ടാം. അതായത് ഇപ്പൊ നമുക്കറിയാം ബയോടെക്നോളജി വഴി ധാരാളം വെറൈറ്റീസ് ഓഫ് റൈസ്, വീറ്റ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് പേരുകളൊക്കെ. സോ അതിനെയൊക്കെയാണ് നമ്മൾ എൻഹാൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി ന്യൂട്രീഷണൽ കണ്ടന്റ് നമുക്ക് കൂട്ടാം. സോ അതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ അഗ്രികൾച്ചർ. ഇനി നാലാമത്തെ എന്താണ്? റെഡ്യൂസ്ഡ് ഫെർട്ടിലൈസർ ഡിപ്പെൻഡൻസ്. അതായത് ചില പ്ലാന്റ്സ് ധാരാളം ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താലായിരിക്കും നല്ല ഈൽഡ് കിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് ദാറ്റ് പ്ലാന്റ് ഈസ് അല്ലെങ്കിൽ ദാറ്റ് ക്രോപ്പ് ഈസ് സ്പെസിഫിക്കലി ഡിപ്പെൻഡന്റ് ഓൺ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ. സോ അങ്ങനെയുള്ള ഒരു ഫെർട്ടിലൈസർ ഡിപ്പെൻഡൻസ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും ജനറ്റിക് മോഡിഫിക്കേഷൻ വഴി. അതായത് ജീൻസ് ലൈക്ക് ബാസിലസ് തുറിഞ്ചിയാനസിസ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ക്രോപ്സ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയയുടെ ജീൻ നമ്മൾ എന്ത് ചെയ്യും? ക്രോപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യും. And this corresponding bacteria produces certain insecticidal protein. Protein activated get inside this insect and kills pest. അതായത് ഈ നമ്മൾ ഈ ബാക്ടീരിയ നമ്മൾ ക്രോപ്പിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. ക്രോപ്പിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്രോപ്പിനകത്ത് വെച്ച് ഈ ബാക്ടീരിയ എന്ത് ചെയ്യും? ഒരു ഇൻസെക്ടിസൈഡൽ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്താണ്? ഇത്രേ ഉള്ളൂ. സൈഡൽ എന്ന് പറയുന്ന ടേം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, കിൽ.
കില്ല് ചെയ്യുക, അതായത് ഇൻസെക്റ്റിനെ കില്ല് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രോട്ടീനെ ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ പ്രോട്ടീൻ ഇങ്ങനെ എന്ത് പ്ലാന്റിനകത്ത് ഈ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഒരു ഇൻസെക്ട് അല്ലെങ്കിൽ ഒരു പെസ്റ്റ് വന്നിട്ട് ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും, ആ ഇൻസെക്റ്റിനെ നശിപ്പിക്കും. സോ ഇതൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. സോ ദാറ്റ് ഇസ് ദി റെഡ്യൂസ്ഡ് ഫെർട്ടിലൈസർ ഡിപ്പെൻഡൻസ്. ഇനി അടുത്തതാണ് പ്രൊഡക്ഷൻ ഓഫ് നോവൽ സബ്സ്റ്റൻസ്. അതായത് നമുക്ക് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പുതിയ പുതിയ ക്രോപ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഡിറ്റർജന്റ് ഫ്രണ്ട്ലി ഫാറ്റി ആസിഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്യൂവൽസ്, വാക്സിൻസ് ആൻഡ് ഇൻസുലിൻ. എക്സാമ്പിൾ റൈസ് ഉണ്ട്, ഇങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന റൈസിന്റെ വെറൈറ്റീസ് ഉണ്ട്, ടുബാക്കോ ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, സാഫ്ലവേഴ്സ് ഉണ്ട്, പൊട്ടറ്റോസ് ഉണ്ട്. സോ ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് കമ്മിങ് അണ്ടർ ദി അഗ്രികൾച്ചർ. ഇനി അടുത്തത് എന്താണ്? ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്, ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഇന്റഗ്രേറ്റിംഗ് ബയോളജി ആൻഡ് ടെക്നോളജി. അതായത് ബയോടെക്നോളജിയുടെ തന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു ബ്രാഞ്ചാണ് ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോ സിസ്റ്റം എഞ്ചിനീയറിംഗ്. സോ ഇതാണ് എന്ത് ആപ്ലിക്കേഷൻസ്. മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ക്ലോണിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആൻഡ് ഫൈനലി ബയോളജിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ എല്ലാ ഹെഡിങ്സും മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. അതുപോലെ ഹെഡിങ്സിനകത്ത് വരുന്ന സബ് ഹെഡിങ്സും മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ആണ് ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ബയോടെക്നോളജിയുടെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി തുടങ്ങും. അതായത് അങ്ങനെ എക്സാം എഴുതുമ്പോൾ ആ എക്സാം പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടും, ആ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം. സോ നമ്മൾ സ്റ്റാർട്ടിങ് എഴുതുമ്പോൾ ബയോടെക്നോളജി എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതിയിട്ട് പിന്നെ ആപ്ലിക്കേഷൻസ് എഴുതുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പേപ്പർ കുറച്ചും കൂടി ക്യാച്ചി ആയിട്ട് എക്സാമിനറിന് ഫീൽ ചെയ്യും. സോ അങ്ങനെ എഴുതുക. സോ ഇതൊരു ചെറിയ ടോപ്പിക് ആയിരുന്നു. നന്നായിട്ട് ഈ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻസൈം ഇമ്മൊബിലൈസേഷൻ ആണ്. നമ്മളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.